ഈ പ്രിയമുള്ളവരെ കണ്ടോ, ഇത് ഒരു തേനീച്ചക്കൂട് കണ്ടോ, ഇത് പ്രത്യേകത ഉള്ള തേനീച്ചക്കൂടാണ്. ഈ കൂടിൽ തന്നെ വെച്ചിട്ട് കയറി കണ്ടല്ലോ. ഇത് തന്നെ ഇത് നമ്മുടെ ടോമച്ചൻ ഉണ്ടാക്കിയതാണ് കണ്ടല്ലോ. ഇതിനകത്ത് ഇത് അടി സെറ്റ് ഇതിനകത്താണ് ക്യൂനെയും പിന്നെ റാണി ചേമ്പ് വെക്കുന്നത്. ഇതിനകത്ത് ഇത് എന്നിട്ട് നമ്മളൊരു ബ്ലോക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിലേക്ക് കയറ്റി വിടും. ഇത്രയും. അപ്പൊ ഇതിനകത്ത് തേനീച്ച ഇത് തേൻ മാത്രമേ വരൂ. അത് വേണ്ടി വന്നാൽ ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ആക്കി ചെറിയ ഹോൾ കൊടുത്താൽ റാണി ഇങ്ങോട്ട് കയറി വരികയില്ല. വരാതെ എടുക്കാൻ എളുപ്പമാണ്, പൊക്കുകയും ചെയ്യാം. ഇതെന്നെ പലകയാ. ഇത് പ്ലാവും മരുതെല്ലാം ഉണ്ട്. ഓക്കെ. ഒരെണ്ണം തന്നെ വന്ന് കയറിയുണ്ടോ? ഒരു കൂട് തന്നെ വന്ന് കയറിയുണ്ടോ? കണ്ടോ, ഇപ്പൊ ആയിരിക്കുന്ന കൂടാണേലും അത് തന്നെ. ഇതൊരു വലിയ തേനീച്ചപ്പെട്ടിയിലാണല്ലോ. തന്നെ വന്ന് കൂടി ഉണ്ടോ? ഉണ്ടോ? ഓക്കെ. ഇതിപ്പോ മുകളോട്ട് തേനായി കാണും അല്ലേ? മുകളോട്ട് തേനുണ്ട്. പിന്നെ തേനാണ് നിറച്ചും തേന. വൻ തേനീച്ചപ്പെട്ട് നിറച്ചും തേനാണ്. ഇവിടെ ഇങ്ങനെയാണ് ഒരു വൻ തേനീച്ചക്കൂടാണ്. വൻ തേനീച്ചക്കൂട്ടിലെ ഒരു ചെറുതേനീച്ചയാണ്. ഇത് ആദ്യം വൻ തേനീച്ചയല്ല, ഇത് ആദ്യം ഉണ്ടാക്കിയ മോഡൽ അല്ലേ? ഓക്കെ. ഓരോ ബോക്സ് അഡീഷണൽ 3 ബോക്സ് വെച്ചിട്ടുണ്ടല്ലേ? 3 ബോക്സ്, 3 സൂപ്പർ വെച്ചിട്ടുണ്ട്. 3 സൂപ്പറും തേന കണ്ടോ. ഇതാരും അങ്ങനെ ചെയ്യാത്ത ഒരു മാതൃകയാണ്. എല്ലാവരും അത് കണ്ടോ, വളരെ സൂപ്പറാണ്. നിറച്ചും തേനാണ്. ഒരു പെട്ടിന് എത്ര കിട്ടും ഏകദേശം? അത് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തേൻ കിട്ടും. ഓക്കെ. പാഷൻ ഫ്രൂട്ടിൽ നിന്ന് തേൻ എടുക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ നമുക്ക് 1 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ചെയ്യാം അല്ലേ? ഓക്കെ.